भूतेर्महद्भिर्य इमा पुरो विभुर् निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ, ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ, ശ്രീകൃഷ്ണനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം, ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തന്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നൊരു ജന്മ പശുവിനുടെ കഥ നന്ദജൻ തന്റെ കാതിൽ. പൊന്നുഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 745 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ നിമിനവയോഗി സംവാദം നാരദ മഹർഷി തന്നോടുള്ള വസുദേവരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഇന്നലെ കേട്ടു, ഋഷഭദേവന്റെ പുത്രന്മാരായ നവയോഗികൾ കവിഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ഇവരുടെ അടുത്ത് നിമി മഹാരാജാവ് വിദേഹൻ ചോദിച്ച ചോദ്യങ്ങൾ 9 ചോദ്യങ്ങൾ 9 ഉത്തരങ്ങൾ. അതാണ് വസുദേവർക്ക് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കുന്നത്. നിമി മഹാരാജാവിന്റെ ചോദ്യം, ഏത് ധർമ്മങ്ങളെ അനുഷ്ഠിച്ചാലാണ് ഭഗവാൻ പ്രസാദിക്കുക? അതാണല്ലോ ഭാഗവത ധർമ്മങ്ങൾ. അതിനെ കേൾക്കാൻ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ അധികാരിയാണ് എങ്കിൽ അത് ഉപദേശിച്ചു തരണേ എന്ന ഒരു പ്രാർത്ഥന. ഇതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്, ഭക്തന്മാരുടെ രീതിയാണ്. താൻ വലിയ രാജാവാണ് എന്നുള്ള അഹങ്കാരം ലവലേശമില്ലാതെ ഈ ഭാഗവത ധർമ്മങ്ങളെ കേൾക്കാൻ തനിക്ക് അവകാശമുണ്ടെങ്കിൽ, തനിക്ക് അതിന് അധികാരമുണ്ടെങ്കിൽ പറഞ്ഞു തരണേ, അല്ലെങ്കിൽ അർഹതയുണ്ടെങ്കിൽ പറഞ്ഞു തരണേ എന്ന് പറയുക. ഈ ചോദ്യത്തിന് മറുപടിയായി കവി എന്ന യോഗീശ്വരൻ മറുപടി പറയാനായിട്ട് ആരംഭിക്കുന്നു. അതാണ് 33-ാമത്തെ ശ്ലോകം. കവി പറയുകയാണ്, മന്യേ കുതശ്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം
ഉദ്യുഗ്ന ബുദ്ധേരസദാത്മഭാവാൽ വിശ്വാത്മനായത്ര നിവർത്തതേഭി. അസദാത്മഭാവാൽ നശിക്കുന്ന ഈ ശരീരത്തിൽ ആത്മാവാണ് എന്ന വിചാരം കൊണ്ട് നിത്യം ഉദ്യുഗ്ന ബുദ്ധേ, എപ്പോഴും ഭയപ്പെട്ടിരിക്കുന്ന ബുദ്ധിയോടുകൂടിയ പുരുഷന്, ഒരാൾക്ക് അകുതശ്ചിൽ ഭയം, എവിടെയും നിന്നും ഭയമില്ലാതിരിക്കാനുള്ള ഒരു പ്രവൃത്തി, അത് അച്യുതസ്യ പാദാംബുജോപാസനം, അച്യുതന്റെ, നാശമില്ലാത്ത ച്യുതിയില്ലാത്ത ഭഗവാന്റെ പാദകമല സേവ തന്നെയാണ് എന്ന് മന്യേ വിചാരിക്കുന്നു. യത്ര, ആ യാതൊരു ഭജനം കൊണ്ട് ഭീ വിശ്വാത്മന നിവർത്തതേ, ആ പേടി പരിപൂർണമായി അശേഷവും ഇല്ലാതെയായിട്ട് തീരുന്നു. കവി പറയാണ്, ഈ സംസാരം പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചു, അവിടെ നിന്ന് നശിക്കുന്നു. അപ്പോ അസത്തായും അതേപോലെ അതിതുച്ഛമായും ഇരിക്കുന്ന ദേഹേന്ദ്രിയാദി സംഘാതത്തിൽ ഈ ദേഹമാണ് ആത്മാവ് എന്ന തെറ്റായ ധാരണ കൊണ്ട് എല്ലാ സമയത്തും മനുഷ്യന് 3 തരത്തിലുള്ള താപങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള ആ താപം കൊണ്ട് എപ്പോഴും ഭയമാണ്. അങ്ങനെയുള്ള ആ മനുഷ്യന് സ്വരൂപം കൊണ്ടും ഗുണം കൊണ്ടും നാശരഹിതനായ, ആശ്രയിക്കുന്നവർക്ക് ഏകാവലംബമായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഈ പേടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക ഉപായം. കാലം, കർമ്മം, സ്വഭാവം, ഇങ്ങനെ ആ നാശസ്ഥാനങ്ങളിൽ നിന്നൊക്കെയും കാലത്തിൽ നിന്ന് ഭയമില്ലാതെയാവും, കർമ്മത്തിൽ നിന്നുള്ള ഭയമില്ലാതെയാവും, സ്വഭാവത്തിൽ നിന്നുള്ള ഭയമില്ലാതെയായിട്ട് തീരും. എങ്ങനെയെങ്കിൽ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ. ആ ഭഗവാനെ സേവിക്കുന്ന ആളുകൾക്ക് ജനന മരണങ്ങൾ ഇല്ലാതെയായി തീരുന്നതാണ്. വേണ്ടതുപോലെ ഭഗവാനെ ആശ്രയിച്ചാൽ പുനരപി ജനനം പുനരപി മരണം എന്ന ആ തലത്തിൽ നിന്ന് ഒരുവൻ രക്ഷപ്പെട്ടു പോരുന്നു. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ ഭജിക്കുന്നതാണ് ഭാഗവത ധർമ്മം. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരേ ഒരു സിദ്ധൌഷധം ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ഭജിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭാഗവത ധർമ്മങ്ങളുടെ വിശേഷമായിട്ടുള്ള ലക്ഷണങ്ങൾ വിവരിക്കുകയാണ് പിന്നീട് പറയണത്. ഗുരുഭൂതന്മാരുടെ കാരുണ്യം, അതുകൊണ്ടേ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. ഉത്തമമായ ഔഷധമാണ് ഭഗവാന്റെ പാദസേവ എന്നുള്ളത് പറഞ്ഞു. ആ ഭേഷജം, ആ മരുന്ന്, അതിന്റെ ലക്ഷണം പറയുകയാണ്. എങ്ങനെയാണ് ഈ മരുന്ന് ഇരിക്കുക? രോഗത്തിന്റെ സൂക്ഷ്മതയെയും അതേപോലെ തന്നെ ഔഷധത്തിന്റെ ലക്ഷണത്തെയും വൈദ്യൻ രോഗിക്ക് പകർന്നു കൊടുക്കണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം എന്നാണ്. രോഗിയുടെ സ്വഭാവത്തെ അറിഞ്ഞ വൈദ്യരുടെ ലക്ഷണമാണ് ഇത്. എന്നിട്ട് പിന്നീട് കവി പറയാണ്, ഏവൈ ഭഗവതാ പ്രോക്ത ഉപായാഹ്യാത്മലബ്ധയേ അഞ്ജപുംസാമ വിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. അവിദുഷാം പുംസാം, അറിവില്ലാത്ത മനുഷ്യർക്ക്, അഞ്ജഹ, പ്രയാസമില്ലാതെ, ആത്മലബ്ധയെ ഏവൈ ഉപായ, ആത്മാവിനെ അറിയാനായി എന്തൊക്കെ ഉപായങ്ങൾ, മാർഗങ്ങളുണ്ടോ, ഭഗവതാ പ്രോക്ത, ആ ഭഗവാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ, ഹിതാൻ ഭാഗവതാൻ ധർമാൻ വിദ്ധി, ഹിതങ്ങളായ അവയെ ഭാഗവത ധർമ്മങ്ങൾ എന്ന് അറിയൂ, മനസ്സിലാക്കൂ. അനേക ധർമ്മങ്ങളുണ്ടോ എന്നാണെങ്കിൽ ഭാഗവത ധർമ്മത്തിന്റെ ലക്ഷണം ചുരുക്കി പറയുകയാണ്. ബുദ്ധിയില്ലാത്ത അജ്ഞന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒട്ടും തന്നെ വിഷമമില്ലാതെ വളരെ എളുപ്പം അനായാസേന ആത്മപ്രാപ്തി നേടാൻ, ആ ഭഗവത് സ്വരൂപത്തെ അറിയാൻ, ആ ഭഗവത് സ്വരൂപം തന്നെയാണ് താൻ എന്ന് തിരിച്ചറിയാൻ എന്തു വേണം? ഭഗവത്ഗീത തുടങ്ങിയ വിശിഷ്ട ഗ്രന്ഥങ്ങൾ പഠിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാനെ സ്മരിക്കുക, പാദസേവ ചെയ്യുക, അർച്ചിക്കുക,
ദാസ്യഭാവത്തിൽ നിൽക്കുക, സഖ്യഭാവത്തിലൂടെ ആത്മസമർപ്പണം ചെയ്യുക. പ്രഹ്ലാദൻ ലോകത്തിന് പകർന്നു തരുന്ന ആ നവധാഭക്തി തന്നെയാണ് ഇവിടെയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്ന് കാണിക്കുകയാണ്. ഇതൊക്കെ ഭാഗവത ധർമ്മമാണ്. ഭഗവാന്റെ ഗുണങ്ങളെ അറിയാനും നമ്മുടെ ഉള്ളിലെ അഹങ്കാരാദി ഭാവങ്ങളെ ഇല്ലാതെയാക്കാനും ഹൃദയത്തിൽ ആർദ്രത ഉണ്ടാവാനും ഉപകരിക്കുന്ന എല്ലാ തരത്തിലുള്ള സപര്യകളും ധ്യാനങ്ങളും ഉപാസനാ മാർഗങ്ങളും ഇതൊക്കെ ഭാഗവത ധർമ്മമാണ്. ഭഗവാനെ അറിയുക, ഭഗവാനിൽ അലിയുക എന്നുള്ളത് തന്നെയാണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നു. അപ്പോ ഏത് മതത്തിൽ പറഞ്ഞാലും ഏത് രൂപത്തിൽ പറഞ്ഞാലും ഭഗവാനെ അറിയാൻ സാധിക്കുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ഭാഗവത ധർമ്മങ്ങളാണ്. സത്യത്തിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, എന്റെ അഭിപ്രായം മാത്രമാണ് ശരി എന്ന് ഒരിക്കലും ഒരു ഭക്തൻ പറയാറില്ല എന്ന് കാണിക്കുന്നു. യാനാസ്ഥായ നരോ രാജൻ ന പ്രമാദ്യേത കർഹിച്ചിൽ ധാവൻ നിമീല്യവാ നേത്രേ നസ്ഖലേന്ന പതേദിഹ. അല്ലയോ പരീക്ഷിത്തേ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി, അല്ലയോ വസുദേവരെ എന്ന് നാരദ മഹർഷി, ഇവിടെ അല്ലയോ നിമി മഹാരാജാവേ കവി പറയുകയാണ്. യാനാസ്ഥായ നരോ രാജൻ ന പ്രമാദ്യേത കർഹിച്ചിൽ ധാവൻ നിമീല്യവാ നേത്രേ നസ്ഖലേന്ന പതേദിഹ. വളരെ വിശേഷമായിട്ടുള്ള ഭാഗങ്ങളാണ്. വളരെ വിസ്തരിച്ചു പറഞ്ഞാലാണ് നമുക്ക് കുറച്ചെന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുക. നിമി മഹാരാജാവിനോട് പറയുകയാണ്, യാൻ ആസ്ഥായ നരഹ കർഹിച്ചിൽ ന പ്രമാദ്യതേ. പ്രമാദ്യേത ആരാണോ ഈ ചിലതിനെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ അനുഷ്ഠിച്ചിട്ട് അനുസന്ധാനം ചെയ്തിട്ട് മനുഷ്യർ ഒരിക്കലും പ്രമാദത്തിലേക്ക് എത്തിപ്പെടാത്തത്, നേത്രേ നിമീല്യ കണ്ണുകളെ അടച്ച് ധാവൻ ഓടിയാലും ഇഹ ന സ്ഖലേൽ ഇവിടെ ആരാണോ വീഴാതിരിക്കുന്നത്, ന പരേൽ കുണ്ടിലും വീഴാതിരിക്കുന്നത്, ഇത് ഭാഗവത ധർമ്മമാണ്. ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് യോഗാനുഷ്ഠാനം കൊണ്ട് നേടിയെടുക്കുന്ന തരത്തിൽ യോഗാനുഷ്ഠാനത്തിൽ പല വിഘ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഭക്തന്മാർക്ക് അത് ഉണ്ടാവില്ല എന്നാണ്. കണ്ണടച്ച് ഓടിയാലും ഒരിക്കലും താഴെ വീഴില്ല. ശ്രുതിസ്മൃതി ഉഭയനേത്രേ വിപ്രാണാം പരികീർത്തിതേ ഏകേന വികലക്കാണോ ദ്വഭ്യാമന്ധ പ്രകീർത്തിത എന്നാണ്. ശ്രുതിയും സ്മൃതിയും രണ്ട് കണ്ണുകൾ. മാംസദൃഷ്ടികൾ കൊണ്ട് കാണുന്നത് എല്ലാം പരമാർത്ഥമല്ല. അതുകൊണ്ട് വേദത്തിൽ വേദവാണികളെ വിശ്വസിച്ചിട്ട് നടക്കണം. അങ്ങനെ ശ്രുതിസ്മൃതികളാകുന്ന കണ്ണുകൾ, ഒരു കണ്ണില്ലാത്തവൻ ആ ഒറ്റക്കണ്ണൻ, രണ്ടു കണ്ണുമില്ലാത്തവനോ പൊട്ടക്കണ്ണൻ, ഇല്ലേ? ഇപ്പൊ ശ്രുതിസ്മൃതികൾ അനുസരിച്ച് നടക്കുക, ഈശ്വരനിൽ പരമമായ ഭക്തിയോടുകൂടി കാലം കഴിക്കുന്ന ഒരു ഭക്തന് ശാസ്ത്രത്തിൽ പറഞ്ഞ മാർഗത്തിൽ നിന്ന് തെറ്റുവരില്ല എന്നാണ്. ഇനി ഒരല്പം തെറ്റുപറ്റിയാൽ പോലും ഭാഗവത ധർമ്മങ്ങളിൽ നിന്ന് ഫലപ്രാപ്തി ഇല്ലാതെ വരില്ല, ഉറപ്പിച്ചു പറയുന്നു. ഒരിക്കലും താഴെ വീഴില്ല എന്ന് പറഞ്ഞാൽ അധപ്പതനം ഉണ്ടാവുകയില്ല. സഞ്ചരിക്കുന്ന ആള് കാൽ തെറ്റി വെച്ചാൽ തന്നെ ഓടാൻ തുടങ്ങിയാൽ അങ്ങനെ കാൽ തെറ്റിയാൽ വീഴും. ഇതുപോലെ യോഗാദികൾ അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ അധപ്പതനം സംഭവിക്കാം. നിശ്ചയിച്ച ധർമ്മങ്ങളിൽ മാത്രമല്ലാതെ അല്പം തെറ്റിയാൽ അതിൽ നിന്ന് നാശമുണ്ടാവും, വിചാരിക്കുന്ന ഫലസിദ്ധി ഉണ്ടാവില്ല. പക്ഷേ ഭാഗവത ധർമ്മങ്ങൾ അങ്ങനെയല്ല എന്നാണ്. അവിടെ ഒരിക്കലും ഭക്തന് നാശമുണ്ടാവില്ല. നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്നു, അല്ലെ? ഭഗവാന്റെ ആശ്രയത്തിലും രക്ഷയിലും ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു കുഴപ്പം സംഭവിക്കുക? ഇവിടെ ഭഗവാൻ എന്നെ പ്രേരിപ്പിക്കാഞ്ഞാൽ എനിക്ക് കാലിളക്കാനോ കൈ ഉയർത്താനോ സാധിക്കുകയില്ല. തന്റെ അനുഷ്ഠാന മാർഗങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിനെ പൊറുക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇനി തെറ്റുവരില്ല. ഇനി വന്നാൽ തന്നെ അത് ഈശ്വരന്റെ പ്രേരണ കൊണ്ട് നടക്കുന്നവയാണ് എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ദോഷം സംഭവിക്കില്ല എന്നാണ്.
തനിക്ക് ഇതിന്റെ ഫലം അനുഭവിക്കാൻ ഒരു ചെറു അണു മാത്രം പോലും അവകാശമില്ല. എല്ലാം ഭഗവാനാണ്. താൻ കർമ്മം ചെയ്യണു, ഭഗവാൻ അതിനുള്ള ഫലം വേണ്ടതുപോലെ തരുന്നു. രാജാവ് ആജ്ഞാപിക്കണു, സേവകൻ ചെയ്യണു. ഇതേപോലെ ഇപ്പൊ സർവേശ്വര പ്രേരണയാ നടത്തുന്ന സകല കർമ്മങ്ങളും അതിൽ വിഹിതാവിഹിത ചിന്തനം ചെയ്യാൻ ഭക്തൻ ഒരിക്കലും തയ്യാറാവില്ല. ഇത് ഭാഗവത ധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. എന്നിട്ട് പറഞ്ഞു, കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ. നാരായണായേതി സമർപ്പയാമി എന്ന് നമ്മൾ സമർപ്പണം ചെയ്യാറുണ്ട്. ഇവിടെ കവി എന്ന യോഗീശ്വരൻ നമുക്ക് പറഞ്ഞു തരികയാണ് സമർപ്പണം ചെയ്യണം. എങ്ങനെ? അനുസൃത സ്വഭാവാൽ കായേന വാച മനസ ഇന്ദ്രിയൈവ ബുദ്ധ്യ ആത്മനാവ. അവരവരുടെ സ്വഭാവത്തെ അനുസരിച്ച് അനുസൃത സ്വഭാവാൽ കായേന കായം കൊണ്ട് ദേഹം കൊണ്ട്, വാച വാക്കുകൊണ്ട്, മനസ മനസ്സുകൊണ്ട്, ഇന്ദ്രിയൈവ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ, ബുദ്ധ്യ ബുദ്ധി കൊണ്ടോ, ആത്മനാവ ആത്മാവ് കൊണ്ടോ, യത് യത് കരോതി എന്തെന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവോ തത് സകലം പരസ്മൈ നാരായണായ ഇതി സമർപ്പയേൽ. എല്ലാവരുടെയും ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന അന്തർയാമിയായിരിക്കുന്ന സർവന്തര്യാമിയായിരിക്കുന്ന ആ നാരായണനായി ഇത് സമർപ്പിക്കണു എന്ന ഭാവത്തിൽ വേണമെന്നാണ്. ഈശ്വരന് സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ഭാഗവത ധർമ്മങ്ങളായിട്ട് തീരും. ഈ ഒരു തലത്തിലേക്ക് എത്തണം എങ്കിൽ ഭക്തിയിൽ നമ്മൾ നല്ല ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലേ സാധിക്കുള്ളൂ. പ്രഹ്ലാദൻ പറയുന്ന നവധാഭക്തി അതിൽ ആത്മനിവേദനം എന്ന ഭാഗമാണ് സർവം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത്. സാത്വികമായും രാജസമായും താമസമായും ഗുണങ്ങളുടെ ആധിക്യവും ന്യൂനതയും അനുസരിച്ച് എല്ലാവരുടെയും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. സ്വഭാവം എന്നാൽ ഈ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈശ്വരന് മാത്രമേ നമ്മളെ നേർവഴിക്ക് നടത്താൻ ശക്തിയുള്ളൂ എന്ന് ഉറപ്പിച്ച് ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ബുദ്ധി കൊണ്ട്, ആത്മാവ് കൊണ്ട് ഈ പ്രവൃത്തികൾ മുഴുവൻ ഭഗവാനായിട്ട് സമർപ്പിക്കുക. അപ്പൊ അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവൃത്തികളും ഭാഗവത ധർമ്മമായിട്ട് തീരുന്നതാണ്. ഇതിനെയാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. യത് കരോതി യദഷ്ടാസി യജ്ജുഹോഷി ദദാസിയൽ യത് തപസ്യസി കൗന്ദേയ തൽ കുരുഷ്വ മദർപ്പണം എന്ന് ആ യുദ്ധഭൂമിയിൽ തളർന്നു വീണ പാർത്ഥന് പാർത്ഥസാരഥിയായ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നൽകുന്ന ഉപദേശം ഇതാണ്. നീ എന്ത് ചെയ്താലും, നീ ഭുജിക്കുന്നതും നീ ചെയ്യുന്നതും യാഗം ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും തപസ് ചെയ്യുന്നതും ഒക്കെ എന്റെ പ്രീതിക്കായി സമർപ്പിക്കുക. അതാണ് അർജുന നീ ചെയ്യേണ്ടത്. നീ ഒന്നും ചെയ്യണില്ല, എല്ലാം എന്റെ സങ്കല്പമാണ്. ആ സങ്കല്പത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക മാത്രമാണ് നിനക്ക് കരണീയമായിട്ടുള്ളത് എന്ന് ഭഗവാൻ പറയുന്നത് തന്നെയാണ് ഇവിടെയും ഈ ശ്ലോകത്തിന്റെ ഏകദേശ താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാവാം. ഭയം ദ്വിതീയാഭിനിവേശതസ്യാദീശാദപേതസ്യ വിപര്യോ സ്മൃതി തന്മായയാതോ ബുധ ആഭജേത്തം ഭക്തൈകയേശം ഗുരുദേവതാത്മാ. ഈശാത് അപേതസ്യ ഈശ്വരനിൽ വിമുഖനായിട്ടുള്ള ഒരാൾക്ക്, തന്മായയാ ഭഗവാന്റെ മായ കൊണ്ട്, അസ്മൃതി സ്വരൂപ വിസ്മരണം ആ സ്വരൂപത്തെ മറന്നുപോകും. അത് അസ്മൃതി സ്യാൽ. അതുകൊണ്ട് വിപര്യേഹ ഭവതി വിപരീതമായ ഭാവന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ദ്വിതീയാഭിനിവേശത രണ്ടെന്ന ബുദ്ധി ഉണ്ടാവുമ്പോ ഭയം സ്യാൽ ഭയവും ഉണ്ടാവും. അതുകൊണ്ട് ബുധ ബുദ്ധിയുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ, ഗുരുദേവതാത്മ ഗുരുവിൽ ഈശ്വരൻ എന്ന ബുദ്ധിയുള്ളവനായി, തം ഈശ്വം ആ ഈശ്വരനെ ആ ഗുരുവിനെ ഏകയാ ഭക്തിയാ ആഭജേൽ
കേവലമായ ഭക്തി കൊണ്ട്, ഏകമായ ഭക്തി കൊണ്ട് ഭജിക്കുക എന്നുള്ളതാണ്. ഭഗവത് ഭജനം കൊണ്ട് എന്താണ് ഫലം? അറിവില്ലായ്മ കൊണ്ട് ഭയമുണ്ടാവും. അറിവുണ്ടായിക്കഴിഞ്ഞാൽ ഭയം നീങ്ങും. ഇരുട്ടത്ത് കിടക്കുന്ന കയറ് പാമ്പാണ് എന്ന് കരുതുമ്പോ ഭയമുണ്ടാവുന്നു. അവിടെ വെളിച്ചം തെളിയുമ്പോ അത് കയറാണെന്ന് തിരിച്ചറിയുമ്പോ അതേ വസ്തു തന്നെ നമ്മളിൽ ഭയമില്ലാതെയാക്കുകയും ചെയ്യും. ഈശ്വരഭക്തി ഉണ്ടായാൽ ഭയം മുഴുവൻ നശിക്കും. ഭയം ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും എങ്ങനെയാണ്? ഈശ്വരനെ ഭജിക്കാതെ അപേതസ്യ വിമുഖത കാണിക്കുന്ന ആളുകൾ ഭഗവാന്റെ മായ അവരെ ബാധിക്കും. അപ്പൊ സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിവില്ലാതെയാണ്. അറിവിന്റെ സൂര്യപ്രകാശം ഈ അജ്ഞാനമാകുന്ന മേഘക്കീറുകളാൽ മറയ്ക്കപ്പെടും. അപ്പൊ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് അറിയാതെയാവും. ആത്മാവിനെ മറയ്ക്കുക, അതാണ് ആവരണ ശക്തി. അത് മായയുടെ ഒരു രൂപമാണ്. പിന്നെ ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് തോന്നുക, അതിന് വിക്ഷേപശക്തി എന്ന് പറയും. ആവരണ ശക്തിയും വിക്ഷേപശക്തിയും മായയുടെ രണ്ട് രൂപങ്ങളാണ്. ഈ രണ്ടും ഈശ്വരഭക്തി ഇല്ലാത്ത ആളുകളെ ബാധിക്കും. അങ്ങനെ വരുമ്പോ ശരീരം ജഡമെന്നറിയാതെ ദേവൻ ഞാൻ, മനുഷ്യൻ ഞാൻ, ബ്രാഹ്മണൻ ഞാൻ എന്നിങ്ങനെ ഈ ദേഹത്തിൽ ആത്മാവിനെ ആരോപിക്കും. അപ്പോ ദേഹത്തിൽ ആത്മാവെന്ന ബുദ്ധി ഉണ്ടാവുമ്പോ ഒന്നല്ല രണ്ടുണ്ട് എന്ന ഭാവം ഉണ്ടാവും. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഒരേ ഒരു ഒന്നാണ് ബ്രഹ്മം, രണ്ട് എന്നൊന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ബ്രഹ്മം എന്ന് ശ്രുതി പറയുന്നത് ഈ അദ്വൈത ചൈതന്യത്തെയാണ്. സർവാത്മകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ അപ്പോ ശത്രു മിത്ര ഭേദമില്ലാതെയാണ്. താൻ മറ്റവൻ എന്നുള്ള ചിന്തയില്ലാതെയാണ്. അനുഭവിക്കുന്നവൻ അനുഭവിക്കുന്ന പദാർത്ഥം എന്നിങ്ങനെ ഭേദബുദ്ധി ഇല്ലാതെയായിട്ട് ദ്വിതീയാദ്വൈവ ഭയം ഭവതി എന്നാണ്. രണ്ടുള്ളത് കൊണ്ടാണ് പേടി. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ വേറെ ആരോ വന്ന് നമ്മളെ ആക്രമിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ആക്രമിച്ചേക്കും എന്നുള്ള തോന്നലിൽ നിന്നാണ് നമുക്ക് പേടി ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് വിവേകമുള്ള ആളുകൾ ഈശ്വരനെ ലൗകികമായോ പാരത്രികമായോ ഉള്ള ഫലത്തെ കാക്ഷിക്കാതെ നിഷ്കാമമായി ഭഗവാനെ ആശ്രയിക്കും. ആ കേവലമായ ഭക്തി കൊണ്ട്, ഭക്തികയേശം ഗുരുദേവതാത്മാ, ആ ഭക്തി കൊണ്ട് മോക്ഷം കിട്ടുന്നതുവരെ ഭഗവാനെ ആശ്രയിക്കണം. ആത്മാവിലുള്ള സ്നേഹം കൊണ്ട് എല്ലാത്തിനെയും നമുക്ക് സ്നേഹമുള്ളതായി തോന്നും. ആത്മാവിൽ നിന്ന് അഭിന്നനായ ഭഗവാനിൽ പരമപ്രേമരൂപമായ ഭക്തി എങ്ങനെയാ ഉണ്ടാവുക? അതിനാണ് പറയുന്നത് ആത്മാവും ഭഗവാനും രണ്ടല്ല ഒന്നു തന്നെയാണ്. ഗുരുവായിരിക്കുന്നതും ഈശ്വരനായിരിക്കുന്നതും ആത്മാവായിരിക്കുന്നതും എന്തിന്? ഈ ലോകത്തിൽ സകല ചരാചരങ്ങളും ഭഗവാൻ തന്നെയാണ്. ശാസ്ത്രത്തെ കൽപ്പിച്ചത് ഭഗവാനാണ്, അതിനെ ഉപദേശിക്കുന്നത് ഭഗവാനാണ്, പൂജ്യനായിരിക്കുന്നത് ഭഗവാനാണ്, പൂജകനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഇത് ദൃഢബുദ്ധിയായി നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായ ജ്ഞാനം നമ്മളിൽ ഉണ്ടാകും. ദ്വയഃ, രണ്ട് എന്നത് അവിദ്യമാനഃ അപി, ഇല്ലാത്തതാണെങ്കിലും ധ്യാനിക്കുന്നവന്റെ സങ്കല്പശക്തി കൊണ്ട് സ്വപ്ന മനോരഥവും യഥാ, സ്വപ്നവും മനോരഥവും പോലെ ഉള്ളതുപോലെ തോന്നും. അതുകൊണ്ട് കർമ്മസങ്കല്പ വികൽപ്പകം, കർമ്മങ്ങളെ സങ്കല്പിക്കുകയും വികൽപ്പിക്കുകയും ചെയ്യുന്ന മനസ്സിനെ ബുദ്ധിയുള്ള ആളുകൾ നിരുന്ധ്യാൽ, അതിനെന്ത് ചെയ്യണം? നിരോധിക്കണം. അങ്ങനെ ചെയ്താൽ അഭയം സ്യാൽ, എന്തായിത്തീരും? അഭയം എന്ന തലത്തിലേക്ക് എത്തും. ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഭേദം പ്രത്യക്ഷമായി കാണപ്പെടുമ്പോ അഭേദബുദ്ധി എങ്ങനെയാ ഉണ്ടാവുക എന്നാണെങ്കിൽ, ദേഹവും ആത്മാവും രണ്ടായിരിക്കുക എന്ന അവസ്ഥ പരമാർത്ഥത്തിലില്ല. ഭാവന കൊണ്ട് നമ്മൾ അങ്ങനെ സങ്കല്പിക്കുകയാണ്. ഇത് എങ്ങനെ? ഉദാഹരണം പറയുകയാണ്. സ്വപ്നവും മനോരഥവും ഉണ്ടാകുന്നത് പോലെ മനസ്സുകൊണ്ട് ഓരോന്ന് ധ്യാനിക്കുമ്പോ ഭാവന കൊണ്ട് ഇല്ലാത്തതാണെങ്കിലും അത് ഉള്ളതാണ് എന്ന് നമ്മുടെ മനസ്സ് തോന്നും. മനോരാജ്യം വിചാരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നില്ലേ? ഉറങ്ങുമ്പോ താൻ മാത്രമല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കെ സ്വപ്നത്തിൽ എന്തൊക്കെയോ കാണുന്നു.
ഇങ്ങനെ തോന്നുന്നത് എന്താണ്? ഇത് മനസ്സിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ അനേക വിഷയങ്ങളെയും അത് സമ്പാദിക്കാനുള്ള വഴികളെയും ആലോചിക്കുമ്പോ അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സിനെ അടക്കണം എന്നാണ്. ആലോചിക്കുന്ന സ്വഭാവത്തോടുകൂടിയ മനസ്സിനെ അടക്കുക. അതിനെ എങ്ങനെ അടക്കാൻ സാധിക്കും? ഈശ്വരന്റെ പാദപത്മങ്ങളെ മാത്രം വിചാരിക്കുക. അപ്പൊ ഭയമില്ലാതെയാണ്. ഈശ്വരപാദത്തെ സ്മരിക്കുമ്പോൾ ഈശ്വര പ്രീതി ഉണ്ടാവും. അപ്പൊ ഈശ്വരന്റെ മായയിൽ നിന്ന് മോചനം ഉണ്ടാവും. മാമേവ യേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. എന്നെ ആശ്രയിക്കുന്ന ആളുകൾ ഈ മായയെ മറുകര കടക്കാൻ അവർക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പറയുകയാണ്, ദേഹാഭിമാനങ്ങൾ അത് ഏതൊരധിഷ്ഠാനം കൊണ്ടാണോ ഉണ്ടായത് അതിനെ ഉപേക്ഷിച്ച് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുമ്പോ ഭയം മാറി അവിടെ അഭയം എന്നെന്ന് ഉണ്ടാവും. ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും ഫലം അവസാനത്തിൽ ഒന്നു തന്നെയാണ്. ആരംഭത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഭക്തിക്കും ജ്ഞാനത്തിനും ഒരു ഭേദവുമില്ല. ചില ആളുകൾ പറയും ഇത് ഭാഗവതം ഭക്തി ഗ്രന്ഥമാണ്, മറ്റു ചിലർ പറയും ജ്ഞാനഗ്രന്ഥമാണ്. അവർക്ക് ഭക്തിയും ജ്ഞാനവുമില്ല എന്ന് പറയേണ്ടി വരുമെന്നാണ് പുരാണാചാര്യന്മാര് പറയുന്നത്. ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കാണാൻ പാടില്ല, ഒന്ന് തന്നെയാണ്, ഫലത്തിൽ ഒരു ഭേദവുമില്ല എന്നാണ്. അങ്ങനെയുള്ള ആ 38ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. 39ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി